Good morning, students. We are going to discuss about the topic X-ray diffraction. X-ray diffraction is based on the constructive interference of a monochromatic X-rays and a crystalline sample. So these X-rays are generated by a cathode ray tube filtered to produce monochromatic radiation, collimated to concentrate and directed towards the sample. The interaction of the incident rays with the sample produces constructive interference when conditions satisfy Bragg's law. So the principle of the X-ray diffraction is that it is based on the constructive interference. So in order to create the constructive interference, we use a cathode ray tube to create the X-rays. We filter it to create monochromatic X-rays, and collimator is used to concentrate the X-rays, and with this concentrated monochromatic X-rays is passed through the sample, and the interaction of the incident X-rays with the sample produces constructive interference according to Bragg's law. So the X-ray diffraction, as the name indicates, we are using X-rays, and it is based on the diffraction of the X-rays by the sample molecule. And in order to create the constructive interference, we create the X-rays using a cathode ray tube. Then we filter it to produce monochromatic X-rays, which is passed through the sample to create the constructive interference according to Bragg's law. അപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷനാണ് നമ്മൾ അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്റേ ഡിഫ്രാക്ഷൻ, ആ പേര് തന്നെയുണ്ട്. ഇവിടെ എന്തിൻ്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്? എക്സ്റേസിൻ്റെ ഡിഫ്രാക്ഷൻ്റെ ബേസിസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റേസ് ഉണ്ടാക്കണം. അപ്പോൾ അതാണ് എക്സ്റേസിൻ്റെ ഡിഫ്രാക്ഷൻ്റെ ബേസിസിലാണ് ഈ പ്രോസസ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സ്റേ ഡിഫ്രാക്ഷൻ ബേസ് ചെയ്തിട്ടുള്ളത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസിൻ്റെ ബേസിസിലാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ എക്സ്റേസ് ഉണ്ടാക്കണം. അപ്പോൾ എക്സ്റേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് കാഥോഡ് റേ ട്യൂബ്. എക്സ്റേ ഉണ്ടാക്കിയതിന് ശേഷം അതിനെ മോണോക്രോമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റർ യൂസ് ചെയ്യും. നമ്മൾ സാധാരണ സ്പെക്ട്രോമീറ്ററിൽ യൂസ് ചെയ്യുന്ന പോലെ തന്നെ മോണോക്രോമാറ്റിക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെ മോണോക്രോമാറ്റിക് എക്സ്റേ കിട്ടാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ യൂസ് ചെയ്യും. അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളിമേറ്റർ യൂസ് ചെയ്യും. അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്ത മോണോക്രോമാറ്റിക് എക്സ്റേസ് നമ്മൾ സാമ്പിൾ മോളിക്യൂളിലൂടെ പാസ് ചെയ്യും. സാമ്പിൾ മോളിക്യൂളിലൂടെ പാസ് ചെയ്താൽ എന്തുണ്ടാവും? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ഉണ്ടാവും അക്കോർഡിംഗ് ടു ബ്രാഗ്സ് ലോ. അപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷൻ്റെ ബേസിസ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്. അപ്പോൾ എക്സ്റേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാഥോഡ് റേ ട്യൂബ്സ് ആണ്. ഈ കാഥോഡ് റേ ട്യൂബ്സ് വഴി ഉണ്ടാക്കിയ എക്സ്റേസ് നമ്മൾ ഫിൽറ്റർ ചെയ്ത് മോണോക്രോമാറ്റിക് ആക്കി മാറ്റണം. അപ്പോൾ പോളിക്രോമാറ്റിക് എക്സ്റേസ് ആണ് കാഥോഡ് റേ ട്യൂബ് വഴി ഉണ്ടാകുക. അതിനെ മോണോക്രോമാറ്റിക് ആക്കി മാറ്റണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിൽറ്ററാണ്. ആ ഫിൽറ്റർ ചെയ്ത് മോണോക്രോമാറ്റിക് ആക്കിയതിന് ശേഷം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോളിമേറ്റർ യൂസ് ചെയ്യുന്നു. കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം അത് സാമ്പിളിലൂടെ പാസ് ചെയ്യുന്നു. സാമ്പിളിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കൺസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് സംഭവിക്കും. നെക്സ്റ്റ്, എക്സ്റേ ഡിഫ്രാക്ഷൻ is a rapid analytical technique used for phase identification of a crystalline material and can provide information on unit cell dimension. So it is used for phase identification of crystalline material and provide information on unit cells dimension. ഇപ്പോൾ മെയിൻലി ക്രിസ്റ്റലൈൻ മോളിക്യൂൾസിൻ്റെ അനലൈസേഷന് വേണ്ടിയിട്ടാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. ടു ഗെറ്റ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഫ്രം ഓൾ പാർട്സ് ഓഫ് ദി ക്രിസ്റ്റൽ, ദി പ്രൈമറി ബീം മസ്റ്റ് സ്ട്രൈക്ക് ദി ക്രിസ്റ്റൽ ഫ്രം മെനി ഡിഫറെൻറ്റ് ഡയറക്ഷൻസ്. This is achieved by rotating the crystal in the beam during the experiment. അപ്പം ക്രിസ്റ്റലിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടിയാൽ മാത്രമേ നമുക്കിത് ഇതുവഴി ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേ ബീം കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ക്രിസ്റ്റൽസ് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ക്രിസ്റ്റൽസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ക്രിസ്റ്റൽസിൻ്റെ എല്ലാ സൈഡിൽ നിന്നും എന്ത് ചെയ്യും? എക്സ്റേ ബീം ഡിഫ്രാക്റ്റ് ചെയ്യും. The diffracted spots are recorded either on a film or by an electronic detector feeds the signal directly into a digitized form into a computer, and several thousand diffraction spots are collected. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്റേസ് ഡിഫ്രാക്റ്റ് ചെയ്യുന്ന സ്പോട്ട്സ് ഒക്കെ റെക്കോർഡ് ചെയ്തിട്ട് അതൊരു ഡിറ്റക്ടറിലേക്ക് കൊടുക്കും. ഡിറ്റക്ടർ ഈ ഡിഫ്രാക്ഷൻ സ്പോട്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് ആ ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുക.
All the diffraction methods are based on generation of X-rays in an X-ray tube, and these X-rays are directed at the sample and diffracted rays are collected. അപ്പോൾ ഡിഫ്രാക്റ്റഡ് റേസ് ആണ് കളക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ്റേസ്, അതായത് മോണോക്രോമാറ്റിക് കോൺസെൻട്രേറ്റഡ് എക്സ്റേസ് നമ്മൾ സാമ്പിളിലേക്ക് കൊടുക്കും. ഈ സാമ്പിൾസിലാണ് ക്രിസ്റ്റൽസ് ഉള്ളത്. അപ്പോൾ ക്രിസ്റ്റൽസിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഡിഫ്രാക്റ്റഡ് റേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്റേ കൊടുക്കുമ്പോൾ ക്രിസ്റ്റൽസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. എന്നാൽ മാത്രമേ ക്രിസ്റ്റൽസിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ഡിഫ്രാക്റ്റഡ് റേസ് വന്നിട്ട് ക്രിസ്റ്റലിൻ്റെ കംപ്ലീറ്റ് ഇമേജ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഈ ഡിഫ്രാക്റ്റഡ് സ്പോട്ട്സൊക്കെ അതായത് എക്സ്റേസ് ഡിഫ്രാക്റ്റ് ചെയ്യുന്ന എല്ലാ സ്പോട്ട്സും നമ്മൾ കളക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ ക്രിസ്റ്റലിൻ്റെ ഇമേജ് ഉണ്ടാക്കുന്നത്. ഈ ഡിഫ്രാക്റ്റഡ് സ്പോട്ട്സൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതൊരു ഇലക്ട്രോണിക് ഡിറ്റക്ടർ വെച്ചിട്ട് നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. അപ്പോൾ ഡിഫ്രാക്റ്റഡ് റേസ് ആണ് ഇവിടെ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുണ്ടാക്കണം? എക്സ്റേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കാഥോഡ് റേ ട്യൂബ്സ് ആണ്. അപ്പോൾ ഈ എക്സ്റേസ് പോളിക്രോമാറ്റിക് ആയിരിക്കും. അതിനെ മോണോക്രോമാറ്റിക് ആക്കാൻ വേണ്ടിയിട്ട് ഫിൽറ്റർ യൂസ് ചെയ്യും. ഈ മോണോക്രോമാറ്റിക് എക്സ്റേസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോളിമേറ്റർ യൂസ് ചെയ്യും. അങ്ങനെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള മോണോക്രോമാറ്റിക് എക്സ്റേസിനെ നമ്മൾ സാമ്പിളിലൂടെ പാസ് ചെയ്യും. ഇപ്പോൾ സാമ്പിളിലൂടെ പാസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സാമ്പിളിൻ്റെ അല്ലെങ്കിൽ ക്രിസ്റ്റലിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും എക്സ്റേസ് കൊടുക്കുമ്പോൾ ക്രിസ്റ്റൽസിലേക്ക് അല്ലെങ്കിൽ സാമ്പിളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ക്രിസ്റ്റലിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും എന്ത് കിട്ടണം? ഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള എക്സ്റേസ് കിട്ടണം. അപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും ഡിഫ്രാക്റ്റഡ് ആയിട്ടുള്ള എക്സ്റേസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ക്രിസ്റ്റൽ റൊട്ടേറ്റ് ചെയ്യും എക്സ്റേ കൊടുക്കുമ്പോൾ. അപ്പോഴാണ് നമുക്ക് എല്ലാ ഭാഗത്തു നിന്നും എന്ത് കിട്ടും? ഡിഫ്രാക്റ്റഡ് എക്സ്റേസ് കിട്ടും. അപ്പോൾ ഈ ഡിഫ്രാക്റ്റഡ് സ്പോട്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ഇലക്ട്രോണിക് ഡിറ്റക്ടർ എന്ത് ചെയ്യും? ഇതിനെ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കും. കമ്പ്യൂട്ടറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യും? ആ ഡിഫ്രാക്ഷൻ സ്പോട്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഡിഫ്രാക്റ്റഡ് എക്സ്റേസ് ആണ് കളക്ട് ചെയ്ത് ഡിറ്റക്ട് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വി വിൽ go into the instrumentation of X-ray diffraction. So the important part of the X-ray diffraction is the X-rays. So in order to produce that, we must have some mechanism for production of X-rays. There is a collimator for concentrating the X-rays. There is a monochromator or filter for converting polychromatic X-rays into monochromatic X-rays. There are detectors like photographic methods and counter methods. അപ്പം ഈ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി അല്ലെങ്കിൽ XRD ടെക്നിക്കിൻ്റെ ഇൻസ്ട്രുമെൻറ്റേഷൻ ആണ് പറയുന്നത്. ഒന്നാമത്തത് ഇതിൽ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പോണൻ്റ് എന്ന് പറയുന്നത് എക്സ്റേസ് തന്നെയാണ്. അപ്പോൾ എക്സ്റേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം വേണം, പ്രൊഡക്ഷൻ ഓഫ് എക്സ്റേസ് വേണം. പിന്നെ എക്സ്റേസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കോളിമേറ്റർ വേണം. എക്സ്റേസിനെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മോണോക്രോമാറ്റർ വേണം. പിന്നെ ഡിഫ്രാക്റ്റഡ് എക്സ്റേസിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിറ്റക്ടേഴ്സ് വേണം. ഇതാണ് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫീൻ്റെ ഒരു സ്കീമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ ഒരു എക്സ്റേ ട്യൂബ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു കാഥോഡ് റേ ട്യൂബ് ഉണ്ടാവും. അതിൽ നിന്ന് എക്സ്റേസ് വരും. അതൊരു ലെഡ് സ്ക്രീനിലേക്ക് വന്നിട്ട് നമ്മുടെ സാമ്പിളിലേക്ക് വരും. ആ സാമ്പിളിൽ നിന്ന് ഡിഫ്രാക്റ്റഡ് സ്പോട്ട്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് എന്തുണ്ടാക്കുക? ഇമേജ് ഉണ്ടാക്കുക കമ്പ്യൂട്ടർ. സോ ഫസ്റ്റ് കോമ്പോണൻറ്റ് ഓഫ് ദി എക്സ്റേ ഡിഫ്രാക്ഷൻ ഈസ് ദി എക്സ്റേ സോഴ്സ്. ദി എക്സ്റേസ് ആർ ജനറേറ്റഡ് വെൻ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ് impinge on a metal target. Approximately 1% of total energy of electron beam is converted into X radiation and the remainder being dissipated as heat. അപ്പോൾ എക്സ്റേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഹൈ വോൾട്ടേജ് ഇലക്ട്രോൺസ് നമ്മൾ മെറ്റലിലേക്ക് അല്ലെങ്കിൽ മെറ്റൽ സർഫസിലേക്ക് കൊടുത്തു കഴിഞ്ഞാലാണ് എക്സ്റേസ് ഉണ്ടാകുക. അപ്പോൾ അതിൽ 1% എക്സ്റേസ് 1% എനർജി, അതായത് ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസിൻ്റെ 1% എനർജി മാത്രമേ എക്സ്റേസ് ആയിട്ട് കൺവേർട്ട് ചെയ്യൂ. ബാക്കിയൊക്കെ ഹീറ്റായിട്ട് ഡിസിപ്പേറ്റ് ചെയ്യും. അപ്പം ഇതിൻ്റെ സ്ട്രക്ചറാണ് കാണുന്നത്. അപ്പോൾ ഒരു പോസിറ്റീവ് വോൾട്ടേജ് ഉണ്ടാവും, ഒരു ആനോഡ്, അതാണ് എ. പിന്നെ ഒരു ബാറ്ററി ഉണ്ടാവും, അതായത് ഹൈ വെലോസിറ്റി അല്ലെങ്കിൽ ഹൈ എനർജി ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്ററി ഉണ്ടാവും, ബി. പിന്നെ ഒരു കാഥോഡ് ഉണ്ടാവും മേഡപ്പ് ഓഫ് ടങ്സ്റ്റൺ ഫിലമെൻറ്റ്. ഇപ്പോൾ ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്യുക അതിന് ബിയിൽ നിന്ന് എയിലേക്കാണ് ഇലക്ട്രോൺസ് ആക്സിലറേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ടാർഗറ്റ് ഇലക്ട്രോൺസിനെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? എക്സ്റേസ് ഉണ്ടാവും. എക്സ്റേസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? എക്സ്റേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസിനെ
മെറ്റൽ സർഫസിലേക്ക് സ്ട്രൈക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ മെറ്റൽ സർഫസിലേക്ക് നമ്മൾ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എക്സ്റേസ് ഉണ്ടാവും. അപ്പോൾ ഈ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസിൻ്റെ 1% എനർജി മാത്രമേ എക്സ്റേൻ്റെ പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്നുള്ളൂ. ബാക്കി എനർജിയൊക്കെ ഹീറ്റായിട്ട് പുറത്തേക്ക് വരും. അപ്പോൾ ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് കോളിഡ്ജ് ട്യൂബ്. അപ്പം അതിൽ എ എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വോൾട്ടേജ് അല്ലെങ്കിൽ ആനോഡാണ്. സി അതാണ് ടാർഗറ്റ്. സി എന്ന് പറയുന്നത് ഒരു കാഥോഡാണ്, അത് ടങ്സ്റ്റൻ മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയാണ്. ബി എന്ന് പറയുന്നത് ഒരു ബാറ്ററിയാണ്. ഈ ബി ആണ് ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യുന്നത്. ഈ ഹൈ വെലോസിറ്റി ഇലക്ട്രോൺസ് ബി നിന്ന് എയിലേക്ക് വരും. അപ്പോൾ ആ സമയത്താണ് എക്സ്റേസ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ് പാർട്ട് ഓഫ് ദി എക്സ്റേ ഡിഫ്രാക്ഷൻ ഇസ് ദി കോളിമേറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കോൺസെൻട്രേറ്റിംഗ് ദി എക്സ്റേസ്. The collimator consists of two sets of closely packed metal plates separated by a small pack. The collimator absorbs all the X-rays except the narrow beam that passes between the gap. അപ്പോൾ എക്സ്റേസിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോളിമേറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോളിമേറ്ററിൻ്റെ സ്ട്രക്ചറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2 മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ടാവും. ആ 2 മെറ്റൽ പ്ലേറ്റ്സിൻ്റെ ഇടയിലൂടെ നമ്മൾ നമ്മൾ പോളിക്രോമാറ്റിക് എക്സ്റേസ് പാസ് ചെയ്യാം. അപ്പോൾ ഈ മെറ്റൽസ് എന്തിനാണ് വെച്ചതെന്ന് വെച്ചാൽ ഈ നടുക്ക് ഉള്ള ഗ്യാപ്പിലൂടെ പാസ് ചെയ്യുന്ന എക്സ്റേസ് മാത്രമേ പുറത്തേക്ക് വരൂ. ബാക്കി എക്സ്റേസ് ഒക്കെ ഈ മെറ്റൽസ് അബ്സോർബ് ചെയ്യും. അതുകൊണ്ടാണ് ഈ മെറ്റൽ പ്ലേറ്റ്സ് വെച്ചിരിക്കുന്നത്. അപ്പോൾ കോളിമേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താണ്? എക്സ്റേസ് കോൺസെൻട്രേറ്റ് ചെയ്യലാണ് കോളിമേറ്ററിൻ്റെ ഫംഗ്ഷൻ. ഇപ്പോൾ കോളിമേറ്ററിൻ്റെ സ്ട്രക്ചർ എന്താണ്? 2 മെറ്റൽ പ്ലേറ്റ്സ് ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ 2 മെറ്റൽ പ്ലേറ്റ്സ് മുകളിലും താഴെയായിട്ട് വെക്കും. അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടാവും. എന്നിട്ട് ഇതിലൂടെയാണ് എക്സ്റേസ് പാസ് ചെയ്യുക. അപ്പോൾ ആ ഗ്യാപ്പിലൂടെ പാസ് ചെയ്യുന്ന എക്സ്റേസ് മാത്രമേ പുറത്തേക്ക് വരൂ. ബാക്കിയുള്ള എക്സ്റേസ് ഒക്കെ ഈ 2 മെറ്റൽ പ്ലേറ്റ്സ് അബ്സോർബ് ചെയ്യും. അങ്ങനെയാണ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത ഒരു എക്സ്റേ പുറത്തേക്ക് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് ആണ് മോണോക്രോമാറ്റർ. മോണോക്രോമാറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താ? പോളിക്രോമാറ്റിക് എക്സ്റേസിനെ എന്താക്കി മാറ്റുക? മോണോക്രോമാറ്റിക് ആക്കി മാറ്റുക. ഇപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണോക്രോമാറ്റർ ഉണ്ട്. ഫിൽറ്ററും ഉണ്ട്, പിന്നെ ക്രിസ്റ്റൽ മോണോക്രോമാറ്ററും ഉണ്ട്. ദർ ആർ 2 ടൈപ്സ് ഓഫ് മോണോക്രോമാറ്റർ, ഫിൽറ്റർ ആൻഡ് ക്രിസ്റ്റൽ മോണോക്രോമാറ്റർ. ക്രിസ്റ്റൽ മോണോക്രോമാറ്റർ 2 ടൈപ്സ് ഉണ്ട്, ഫ്ലാറ്റ് ക്രിസ്റ്റൽ മോണോക്രോമാറ്റർ ആൻഡ് കേർഡ് ക്രിസ്റ്റൽ മോണോക്രോമാറ്റർ. ദി മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് മോണോക്രോമാറ്റർ ആർ NaCl, കോഡ്സ് എക്സെട്ര. അപ്പോൾ മോണോക്രോമാറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താ? പോളിക്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്റേസിനെ മോണോക്രോമാറ്റിക് ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 2 ടൈപ്പ് മോണോക്രോമാറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്, ഫിൽറ്ററും ക്രിസ്റ്റൽ മോണോക്രോമാറ്ററും. ഇതിൽ ക്രിസ്റ്റൽ മോണോക്രോമാറ്റർ തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഫ്ലാറ്റ് ക്രിസ്റ്റൽ മോണോക്രോമാറ്ററും കേർഡ് ക്രിസ്റ്റൽ മോണോക്രോമാറ്ററും. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് NaCl കോഡ്സും കൊണ്ടാണ്. അപ്പോൾ ഫിൽറ്റർ എക്സ്റേ ബീം മേ ബി പാർഷ്യലി മോണോക്രോമൈസ്ഡ് ബൈ ഇൻസേർഷൻ ഓഫ് എ സൂട്ടബിൾ ഫിൽറ്റർ. ഫിൽറ്റർ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാം. പിന്നെ ക്രിസ്റ്റൽ മോണോക്രോമാറ്റർ എന്താണ് നിങ്ങൾ പഠിക്കണമെന്നില്ല. അപ്പോൾ ജസ്റ്റ് എന്താണ് മോണോക്രോമാറ്റർ, അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണ് മാത്രം പഠിച്ചാൽ മതിയാവും. പിന്നെ ഡിറ്റക്ടർ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിറ്റക്ടേഴ്സ് ഉണ്ട്. എക്സ്റേസ് ഇൻറ്റൻസിറ്റീസ് ക്യാൻ ബി റെക്കോർഡഡ് ഐദർ ബൈ ഫോട്ടോഗ്രാഫിക് മെത്തേഡ്, counter methods like Grigor-Muller tube counter, proportional counter, scintillation detector, semiconductor detectors, etc. അപ്പോൾ പലതരം ഡിറ്റക്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫിക് മെത്തേഡ്സും ഉണ്ട്, കൗണ്ടർ മെത്തേഡ്സ് ഉണ്ട്. ഇതിൽ കൗണ്ടർ മെത്തേഡ്സ് കുറേയൊക്കെ നിങ്ങൾ ലാസ്റ്റ് യൂണിറ്റിൽ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്സിൻ്റെ യൂണിറ്റിൽ നിങ്ങൾ പഠിച്ചതാണ്. അപ്പോൾ 2 മെത്തേഡ്സാണ് ഡിറ്റക്ഷൻ യൂസ് ചെയ്യുന്നത്, ഫോട്ടോഗ്രാഫിക് മെത്തേഡും കൗണ്ടർ മെത്തേഡ്സും. നെക്സ്റ്റ്, എക്സ്റേ ഡിഫ്രാക്ഷൻ മെത്തേഡ്സ്. ജനറലി ദർ ആർ 3 മെത്തേഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഫോർ ഡിഫ്രാക്ഷൻ ഓഫ് എക്സ്റേസ്. ദേ ആർ ലോ മെത്തേഡ്, റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ് ആൻഡ് പൗഡർ മെത്തേഡ്. അപ്പോൾ 3 മെത്തേഡ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എക്സ്റേ ഡിഫ്രാക്ഷൻ ചെയ്യുന്നത്. ലോ മെത്തേഡ്, റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ മെത്തേഡ് ആൻഡ് പൗഡർ മെത്തേഡ്. അതിൽ ലോ മെത്തേഡ് ഈസ് ഓറിയൻറ്റേഷൻ സിംഗിൾ ക്രിസ്റ്റൽ പോളിക്രോമാറ്റിക് ബീം അറ്റ് ഫിക്സ്ഡ് ആംഗിൾ. ഒരു സിംഗിൾ ക്രിസ്റ്റലാണ് ലോവൽ മെത്തേഡിൽ യൂസ് ചെയ്യുന്നത്. റൊട്ടേറ്റിംഗ് ക്രിസ്റ്റൽ കൺസിസ്റ്റ് ഓഫ് സിംഗിൾ ക്രിസ്റ്റൽ ഓഫ് ലാറ്റിസ് കൺസ്റ്റൻറ്റ്. പൗഡർ കൺസിസ്റ്റ് ഓഫ് പോളി ക്രിസ്റ്റൽസ്. അപ്പോൾ ലോയിലും റൊട്ടേറ്റിംഗ് ക്രിസ്റ്റലിലും സിംഗിൾ ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്, പക്ഷേ പൗഡറിൽ പോളി ക്രിസ്റ്റൽസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ജസ്റ്റ് മെത്തേഡ്സ് എന്താണെന്ന് മാത്രം പഠിച്ചാൽ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെന്നില്ല.
Next, applications of X-ray diffraction. In material science, it is used in the analyzing of many organic and inorganic metal, and in mineralogy and metallurgy, X-ray diffraction has been used for determining the arrangement of atoms in minerals and metals. ഇപ്പോൾ ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് മിനറൽസിലും മെറ്റൽസിലുള്ള ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻറ്റ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഓർഗാനിക് ആൻഡ് ഇനോർഗാനിക് മെറ്റാലിക് സിസ്റ്റത്തിൻ്റെ അനലൈസേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റഡിങ് ലാർജർ മോളിക്യൂൾസ് സച്ച് as chlorophyll, and it is used for solving the structure of various biological molecules like penicillin, insulin, etc. ഇപ്പോൾ ബയോളജിക്കൽ മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പെൻസിലിൻ, ഇൻസുലിൻ, കൊളസ്ട്രോളിനൊക്കെ സ്ട്രക്ചർ ഡിറ്റർമൈൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് യൂസ് ടു മെഷർ ഡി സ്പേസിങ്സ് ഓഫ് ദി ഗിവൺ കോമ്പൗണ്ട്. സ്പേസിങ്സ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡിറ്റർമിനേഷൻ ഓഫ് സിസ് ട്രാൻസ് ഐസോമറിസം, സിസ് ട്രാൻസ് ഐസോമേഴ്സിൻ്റെ ഡിറ്റക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. It is used for measuring the thickness of thin films and multi-layers. It is used to determine atomic arrangement. It is used to measure the size, shape and internal stress of small crystalline materials. The limitation is that for mixed material, detection limit is 2%. Mixed samples use ചെയ്യാൻ പറ്റില്ല. പിന്നെ peak overlay may occur and worsens for high angle reflections. ഇതൊക്കെയാണ് അതിൻ്റെ ലിമിറ്റേഷൻസ്. അതായത് മിക്സഡ് സാമ്പിളിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ പീക്ക് ഓവർലേ ഉണ്ട്. അതായത് ഒരേപോലത്തെ പ്രോപ്പർട്ടീസ് ഉള്ള മെറ്റൽസ് ഒക്കെ ആണെങ്കിൽ പീക്കുകൾ തമ്മിൽ ഓവർലേ ചെയ്യും. ഇതാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ. എക്സ്റേ ഡിഫ്രാക്ഷൻ അതിൻ്റെ പ്രിൻസിപ്പിൾ പഠിക്കുക, പിന്നെ അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ കോമ്പോണൻസ് പഠിക്കുക, പിന്നെ അതിൻ്റെ ടൈപ്പ് ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് അതിൻ്റെ മെൻഷൻ ചെയ്താൽ മതി. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷനും ലിമിറ്റേഷൻസ് പഠിക്കുക. ടൈപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ട. താങ്ക് യു.